എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കഥയിടാൻ കുറച്ച് ലേറ്റായി പോയിട്ടോ, ഒരു ഹോസ്പിറ്റൽ ഇഷ്യൂ ആയതുകൊണ്ടാണേ. അപ്പം നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാവേ. അങ്ങനെ ടൂറൊക്കെ കഴിഞ്ഞ് എല്ലാവരും മടങ്ങി വരികയാണ്. അപ്പോൾ ബാലനും നമ്മുടെ ഗോമതിയും സംസാരിച്ചുകൊണ്ടിരിക്കാം. എങ്കിലും എൻ്റെ ബാലേട്ടൻ എന്നെ മറന്ന് ആരോ തന്ന ഈ കൂളിംഗ് ഗ്ലാസും വെച്ചുകൊണ്ട് പോയല്ലോ എന്ന് പറഞ്ഞ് ഗോമതി സങ്കടപ്പെട്ടിരിക്കുക. അത് കാണുമ്പോൾ ബാലൻ പറയും, എൻ്റെ ഗോമതി നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേ, ഈ കൂളിംഗ് ഗ്ലാസ്സേ എനിക്ക് അത്രയ്ക്ക് വേണ്ടപ്പെട്ടൊരു പെൺകുട്ടി തന്നതാ. നിനക്ക് ഓർമ്മയില്ലേ നമ്മൾ രണ്ടുപേരും കൂടി സ്ഫടികം സിനിമ കാണാൻ പോയത്? അപ്പം അതിൽ മോഹൻലാൽ വെച്ച ആ കൂളിംഗ് ഗ്ലാസ് കൂട്ടൊരെണ്ണം എൻ്റെ ബാലേട്ടനും വേണമെന്നും പറഞ്ഞ് നിർബന്ധിച്ച് എനിക്ക് ആരോ ഒരാൾ കൂളിംഗ് ഗ്ലാസ് വാങ്ങി തന്നതൊക്കെ നീ മറന്നുപോയോ എന്ന് ചോദിക്കാം. പെട്ടെന്ന് അതൊക്കെ നമ്മുടെ ഗോമതിയുടെ മനസ്സിലേക്ക് വരിക. ഞാനന്ന് മേടിച്ചു തന്ന കൂളിംഗ് ഗ്ലാസ് ആണോ ബാലേട്ട ഇത് എന്ന് ചോദിക്കുക. പിന്നല്ലാതെ നീ എനിക്ക് മേടിച്ചു തന്നതുകൊണ്ടല്ലേ ഇതൊരു നീതി പോലെ ഞാൻ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ ബാലൻ ഇതും വെച്ചുകൊണ്ട് പോകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ ഗോമതിക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് കേട്ടോ. അപ്പോൾ ഗോമതി പറയും, എനിക്കറിയാം എൻ്റെ ബാലേട്ടൻ എന്നെ മറന്ന് ഒരു തെറ്റും ചെയ്യത്തില്ലെന്ന്. നിനക്കേ ഞാനൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട് കന്യാകുമാരിയിൽ നിന്ന് എന്നും പറഞ്ഞ് ബാലൻ ബാഗ് തുറന്ന് അതിൽ നിന്ന് ഒരു ചെറിയ പെട്ടി എടുത്തുകൊണ്ട് വരിക. എന്നിട്ട് തുറന്ന് കാണിക്കും. അതിൽ 2 വളകളാണ് കേട്ടോ, സ്വർണ്ണ വളകൾ. എങ്ങനെയുണ്ട്, നിനക്കിത് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കാം. പിന്നല്ലാതെ നന്നായിട്ടുണ്ട് ബാലേട്ട. ബാലേട്ടൻ ഇതൊക്കെ മേടിച്ചുകൊണ്ട് വരുമെന്ന് ഞാൻ സ്വപ്നത്തെ പോലും കരുതിയില്ല. നല്ല ഭംഗിയുണ്ട്, എനിക്ക് ഇല്ലാത്ത ഡിസൈനാ എന്ന് പറയണം. പിന്നെ ഞാൻ കന്യാകുമാരിയിൽ നിന്നല്ല കാശ്മീരിൽ പോയാലും എൻ്റെ ഗോമതിയെ മറന്ന് ഒരു നിമിഷം പോലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല എന്ന് നിനക്കിപ്പോൾ ബോധ്യപ്പെട്ടില്ലേ? എൻ്റെ സ്വപ്നത്തിലും ഒക്കെ എപ്പോഴും നീയാ. എൻ്റെ ജീവിതം മുഴുവനും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് നീ മാത്രമല്ലേ ഗോമതി എന്ന് പറയാം. അപ്പോൾ ബാലൻ്റെ ആ വാക്കുകളൊക്കെ കേൾക്കുമ്പം നമ്മുടെ ഗോമതിക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. ഇതേസമയം ആര്യനും ടൂർ കഴിഞ്ഞുള്ള വിശേഷങ്ങളൊക്കെ മിത്രയോട് പറയണം. അപ്പം മിത്ര പറയും, ഓ ടൂറൊന്നും അത്ര രസം ഉണ്ടായിരുന്നില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയാം. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അല്ല, അങ്കിളിൻ്റെ കൂടെയല്ലേ ഞങ്ങൾ ടൂറ് പോയത് എന്ന് പറയാം. പിന്നെ അതൊക്കെ നിങ്ങളുടെ വെറും ചിന്തകളാണ്. ടൂറൊക്കെ അടിപൊളിയായിരുന്നു. ഓ ആരും കൂടുതലൊന്നും പറയണ്ട, ഞങ്ങളെ ആരെയും കൊണ്ടുപോകാതെ ആരെങ്കിലും ഒരു വാക്ക് പറയായിരുന്നു ഞങ്ങളെ കൂടി കൊണ്ടുപോകാമെന്ന്. ചേടാ ഇത് ബോയ്സ് ട്രിപ്പല്ലേ, ഇതിലെങ്ങനെയാണ് നിങ്ങൾ ഗേൾസിനെ ഞങ്ങൾ കൊണ്ടുപോവുക എന്ന് ആര്യനപ്പം ചോദിക്കാം. ഞങ്ങളും അടിച്ചു പൊളിച്ചു എന്ന് പറയാം. അതെനിക്ക് മനസ്സിലായി, നിങ്ങൾ സിനിമ കാണാനും പിന്നെന്താ ഡ്രസ്സ് എടുക്കാനും പുറത്തുനിന്ന് ആഹാരം കഴിക്കാനും ഒക്കെ പോയിന്ന് നീ എന്നോട് പറഞ്ഞായിരുന്നല്ലോ എന്ന് മിത്രയോട് ചോദിക്കുക. അതെ അതെ എന്ന് പറയാം. ഞങ്ങൾ 2 സിനിമ കണ്ടു എന്ന് പറയാം. 2 സിനിമ കണ്ടോ? ഏതൊക്കെയാ 2 സിനിമകൾ? അത് വാഴ 2. ഓഹോ വാഴ 2 കണ്ടോ? ഞാൻ ആ സിനിമ കണ്ടിട്ടില്ലായിരുന്നു. എന്താ കഥ എന്ന് ചോദിക്കുക. അത് കുറച്ച് സ്റ്റുഡൻസിൻ്റെ +2 പഠിക്കുന്ന കുട്ടികളുടെ കഥയാണ്. അത് ആർക്കും മനസ്സിലാകും. അതിൻ്റെ പോസ്റ്റർ കണ്ടാൽ തന്നെ അതിൻ്റെ കണ്ടന്റ് എന്ന് മനസ്സിലാക്കാനുള്ള ബോധമൊക്കെ എല്ലാവർക്കും ഉണ്ട്. പിന്നെ ഏത് സിനിമയാണ് നീ കണ്ടത്? അത് ആട് 3. ആട് 3 എങ്ങനെയുണ്ട്? ഒരു ആടിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു കഥയാണ്, ഷാജിപ്പാപ്പൻ്റെ കഥ. അതും എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. അത് ആട് 1. ആട് 3യുടെ കഥ എന്താണെന്നാണ് ചോദിച്ചത്. അപ്പം സിനിമ കണ്ടില്ലല്ലേ എന്ന് ആരും ചോദിക്കുക. സിനിമ കണ്ടില്ലെങ്കിൽ എന്താ, ഞങ്ങൾ പുറത്തുനിന്ന് വസ്ത്രമൊക്കെ എടുത്തോണ്ടാണ് വന്നത്, ഷോപ്പിംഗ് ഒക്കെ നടത്തി. ആണോ? എന്നിട്ട് നിൻ്റെ പുതിയ ഡ്രസ്സൊക്കെ എന്തേ, എന്നെ ഒന്ന് കാണിച്ചേ, ഞാൻ നോക്കട്ടെ നിനക്കതൊക്കെ ചേരുന്നുണ്ടോ എന്ന് നമ്മുടെ ആരും പറയൂട്ടോ. അത് പിന്നെ സത്യം പറ, നിങ്ങൾ പുറത്ത് പോയോടോ എന്ന് ആരും ചോദിക്കുക. പുറത്ത് പോകണമെന്നൊക്കെ പ്ലാൻ ചെയ്ത് എല്ലാം ശരിയാക്കി ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. അപ്പോഴാ ഏടത്തിയുടെ അച്ഛൻ ഇങ്ങോട്ട് കയറി വരുന്നത്. ആര്? ഉദയഭാനു സാറോ? ആന്നേ. എന്നിട്ട് അങ്കിൾ ഇവിടുന്ന് പോകാതെ ഇവിടെ തന്നെ നിന്നു. ഞങ്ങളുടെ സകല പ്ലാനുകളും ഫ്ലോപ്പായി പോയി. അപ്പോൾ ഉദയഭാനു അങ്കിളിനെ കൊണ്ടൊരു ഗുണം ഞങ്ങൾക്കുണ്ടായെന്ന് സാരം. അതെന്താ അങ്ങനൊരു വർത്താനം ആര്യ? നിങ്ങളെല്ലാവരും അടിച്ചു പൊളിച്ചു പോയിട്ട് ഞങ്ങൾ പോകുന്നതിൽ അസൂയപ്പെടുന്നോ എന്ന് ചോദിക്കാം. പിന്നെ അങ്കിളിൻ്റെ കൂടെ പോയതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല സമാധാനമായിരുന്നു. മാസ്റ്ററുടെ കൂടെ കുട്ടികൾ പോകുന്ന പോലെ ഇരിക്കും. നിങ്ങൾക്ക് നിൽക്കാനോ ഇരിക്കാനോ ഒന്നും അങ്കിൾ സ്വാതന്ത്ര്യം തന്നു കാണില്ലെന്ന് എനിക്ക് മീന ചേച്ചിക്ക് നല്ല ഉറപ്പാണ്. ഏതെങ്കിലും തട്ടുകടയിൽ നിന്ന് ആഹാരവും മേടിച്ച് തന്നു കാണും. പിന്നെ ഏതെങ്കിലും ഡോർമെൻറ്ററിയിലായിരിക്കും നിങ്ങൾ കിടന്നത്. ഇതിൽ കൂടുതലൊന്നും അങ്കിളിൻ്റെ ഭാഗത്തു നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറയാം. ഇതൊക്കെയാണല്ലേ അപ്പം നിങ്ങൾ അച്ഛനെ പറ്റി കരുതി വെച്ചിരിക്കുന്നത്? എന്നാൽ കേട്ടോ, ഇങ്ങനൊന്നുമല്ല സംഭവിച്ചത്. ഞങ്ങൾ താമസിച്ചത് നല്ല ഒന്നാന്തരം 5 സ്റ്റാർ ഹോട്ടലിലാണ്. ഫുഡ് കഴിച്ചതോ നല്ല ലക്ഷറി ഫുഡുകളായിരുന്നു അച്ഛൻ ഞങ്ങൾക്ക് മേടിച്ചു തന്നത്. ചിക്കനും മട്ടനും കൊഞ്ചും കരിമീനും തുടങ്ങി സകല ഐറ്റങ്ങളും മേടിച്ചു തന്നു. ഞണ്ടൊക്കെ എന്തോരം ഞങ്ങൾ കഴിച്ചതെന്നറിയാവോ?
അങ്ങനെ അടിച്ചു പൊളിക്കുമായിരുന്നു ഞങ്ങൾ ഈ ട്രിപ്പ്. ഞങ്ങൾക്ക് അച്ഛൻ പറഞ്ഞ സാധനങ്ങളൊക്കെ മേടിച്ചു തന്നു. ഞങ്ങളുടെ അച്ഛൻ്റെ പുതിയൊരു ഭാവവും രൂപവും ഒക്കെ ഞങ്ങൾ അവിടെ കണ്ടത്. ചുമ്മാ പറയല്ലേ എൻ്റെ ആര്യ. അങ്കിളിനെ എനിക്കറിയാത്ത ആളൊന്നും അല്ലല്ലോ. അങ്കിളിൻ്റെ കൂടെ പോയപ്പം ഇതൊക്കെ സാധിച്ചെന്ന് പറഞ്ഞാലേ ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. എങ്കിൽ നീ വിശ്വസിക്കേണ്ട, ഇതൊക്കെ നടന്ന കാര്യമാണ്. ഞങ്ങളുടെ അച്ഛൻ്റെ പുതിയൊരു ഭാവമായിരുന്നു ഈ ട്രിപ്പിലുടനീളം ഞങ്ങൾ കണ്ടത്. അച്ഛൻ്റെ നെഞ്ചിൽ ചാരി ഞങ്ങളെല്ലാവരും കിടക്കുന്ന ഫോട്ടോ വരെയുമുണ്ട് ആകാശേട്ടൻ്റെ കയ്യിൽ. ഞങ്ങളുടെ സെലിബ്രേഷനൊക്കെ വീഡിയോ ആക്കി ആകാശേട്ടൻ പിടിച്ചു വെച്ചിട്ടുണ്ട്. അത് കണ്ടാലേ നിങ്ങൾ ഞെട്ടിപ്പോകും. ഇവിടെ കാണുന്ന കോമഡി സ്റ്റോർ ബാലനൊന്നും അല്ല ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ അച്ഛൻ എന്ന് പറയാം. ഓഹോ, അങ്കിള് ഇത്ര അടിപൊളിയായിരുന്നു ഈ ട്രിപ്പിലുടനീളം. പിന്നല്ലാതെ അടിപൊളി ആയിരുന്നോന്നോ? അടിപൊളി എന്ന് പറഞ്ഞാൽ അതിഗംഭീരം എന്ന് പറയാണ് കേട്ടോ. ഞങ്ങൾക്ക് മാത്രം ഒരു കാര്യവും നടന്നില്ല, നിങ്ങളെല്ലാവരും അടിച്ചു പൊളിച്ചിട്ട് പോകുന്നല്ലേ എന്ന് പറയാം. ആനന്ദേട്ടൻ്റെ സങ്കടങ്ങളൊക്കെ ഈ ട്രിപ്പോട് കൂടി കുറേയൊക്കെ കുറഞ്ഞെന്നാണ് തോന്നുന്നത് എന്ന് ആരും പറയും. അതെന്തായാലും നല്ല കാര്യം തന്നെയാണ് എന്ന് അപ്പം നമ്മുടെ മിത്രയും പറയും കേട്ടോ. ഇതേ സമയം നമ്മുടെ ദേവിയും ആനന്ദിൻ്റെ ഭാഗമൊക്കെ തുറന്ന് തുണികളൊക്കെ മടക്കി വെക്കുക. ട്രിപ്പൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ആനന്ദേട്ടാ? നന്നായിട്ട് അടിച്ചു പൊളിക്കാനൊക്കെ പറ്റിയോ? എനിക്കറിയാം, ബാലച്ചൻ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് കൂടുതലൊന്നും നിങ്ങൾക്ക് ആഘോഷിക്കാൻ കാണില്ലല്ലേ എന്ന് ചോദിക്കാം. ഓ, അതൊക്കെ നീ സ്വയം അങ്ങ് തീരുമാനിച്ചല്ലേ എന്ന് ചോദിക്കാം. എന്തായാലും ആനന്ദേട്ടൻ്റെ മുഖത്ത് ഒരു തെളിച്ചം വന്നിട്ടുണ്ട്. പോയപ്പോഴുണ്ടായിരുന്ന ആ ഭാവമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് എന്ന് നമ്മുടെ ദേവി പറയൂ കേട്ടോ. ഇത് കേൾക്കുമ്പം ആനന്ദ് പറയും, അതെന്താ എൻ്റെ മുഖത്ത് തെളിച്ചം വരരുതെന്നാണോ നീ ആഗ്രഹിക്കുന്നത്? എൻ്റെ അച്ഛൻ എന്നെ ഈ ട്രിപ്പിന് കൊണ്ടുപോയത് തന്നെ എൻ്റെ സങ്കടങ്ങൾ മാറ്റാൻ വേണ്ടിയാണ്. ഇങ്ങനൊരു ട്രിപ്പ് അച്ഛൻ പ്ലാൻ ചെയ്തതും എനിക്ക് വേണ്ടി ഓരോ കാര്യങ്ങളും ചെയ്തു തന്നതും ഒക്കെ എൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണ്. അതൊന്നും കണ്ട് നീ കൂടുതൽ അഹങ്കരിക്കേണ്ട. ആരെന്ത് ചെയ്താലും നീ എന്നോട് ചെയ്തതൊന്നും ഞാൻ ഒരിക്കലും മറക്കാൻ പോകുന്നില്ല. നിൻ്റെ കാര്യത്തിലും ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ദേവമംഗലത്ത് ഇനി അധികം നാൾ നീ വാഴത്തില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ആനന്ദ് അവിടെ നിന്ന് ഇറങ്ങി പോവാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ദേവിക്ക് ഒരുപാട് സങ്കടം വരികയാണ്. ദേവി വേദനയോടുകൂടി കരഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുകയാണ് കേട്ടോ. തൻ്റെ ആനന്ദേട്ടൻ ഒരിക്കലും ഇനി പഴയപടി തന്നെ സ്നേഹിക്കില്ല എന്നൊരു വേദന നമ്മുടെ ദേവിക്ക് ഉണ്ടാവുകയാണ്. അപ്പം രാവിലെ തന്നെ ഇതേ സമയത്ത് നമ്മുടെ അലോകാണ് പല്ലൊക്കെ തേച്ചുകൊണ്ട് ദേവമംഗലത്തോട് നോക്കി നിൽക്കുക. അപ്പോഴാണ് ബാലൻ അലോകിനെ കാണുന്നത്. അലോകും ബാലനെ കാണും. അപ്പം ബാലനെ കാണുമ്പോൾ തന്നെ അലോക് നീട്ടി ഒരു തുപ്പങ്ങ് തുപ്പു കേട്ടോ. അപ്പം ബാലൻ അടുത്തേക്ക് ചെല്ലും. എന്നിട്ട് പറയും, നീ ഇപ്പോൾ തുപ്പിയത് എൻ്റെ മുഖത്തടിക്കും പോലെയാണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. കൂടുതൽ കളിച്ചാൽ ഞങ്ങളുടെ സ്വഭാവം അറിയാലോ, നിൻ്റെ കയറി മേയും, ഞാൻ അങ്ങോട്ട് വരണോടാ എന്ന് ദേഷ്യത്തോടെ ബാലൻ ചോദിക്കുകയാണ്. അത് കേൾക്കുമ്പം അലോക് പറയും, മൂപ്പിനാൻ അവിടെ തന്നെ അങ്ങ് നിന്നാൽ മതി, കൂടുതൽ അവിടെ നിന്ന് പ്രസംഗിക്കൊന്നും വേണ്ട. എന്താടാ എൻ്റെ കൈത്തരിപ്പറിഞ്ഞാലേ നിനക്കിനി സമാധാനം ആകുള്ളൂ എന്ന് ചോദിക്കുക. അത് കേൾക്കുമ്പം ആരിൻ്റെ ആകാശിൻ്റെയും അടിയൊക്കെ നമ്മുടെ അലോകിൻ്റെ മനസ്സിലേക്ക് ഓടി വരിക. അപ്പം അതൊന്ന് അലോക് പരുങ്ങാണ് കേട്ടോ. അപ്പോൾ ബാലൻ പറയും, ഈ പേടി എപ്പോഴും വേണം, നീ കൂടുതൽ കളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നാ ശരിക്കും എൻ്റെ സ്വഭാവം എന്താണെന്ന് നീ അറിയാൻ പോകുന്നതേ ഉള്ളൂ. ആരിനും ആകാശം തരുന്ന പോലൊന്നും ആയിരിക്കില്ല ഈ ബാലൻ്റെ അടി എന്ന് ബാലൻ പറയാം. അപ്പം പെട്ടെന്ന് ആലോക അവിടുന്ന് കയറിപ്പോവാണ് കേട്ടോ. അപ്പം ഇതും കേട്ടുകൊണ്ട് നമ്മുടെ ധർമ്മൻ അങ്ങോട്ട് വരിക. എന്നിട്ട് ബാലൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് പറയും, അളിയ ഇങ്ങനെ തന്നെ വേണം അവരോട് മറുപടി പറയാൻ. അങ്ങനെ പറഞ്ഞാൽ അവരുടെ അഹങ്കാരം കുറച്ച് തീരും. ഇപ്പം കണ്ടില്ലേ കയറിപ്പോയത് വാലും ചുരുട്ടി. അപ്പം പെട്ടെന്ന് ബാലൻ തൻ്റെ തോളിലിരിക്കുന്ന കൈ ഒന്ന് സൂക്ഷിച്ച് നോക്കുക. അത് പിന്നെ അളിയ എന്നും പറഞ്ഞ്, എന്താടാ നിനക്കിന്ന് കടയിലൊന്നും പോകണ്ടേ എന്ന് ചോദിക്കുക. പോവാ അളിയ. ഓ, അളിയൻ വീണ്ടും പഴയ മൂഡിലേക്ക് വന്ന കാര്യം ഞാൻ മറന്നുപോയി. ദേവമംഗലത്ത് കാല് കുത്തിയപ്പോൾ തന്നെ അളിയൻ പഴയ ഗോമതി സ്റ്റോർ ബാലനായി മാറിയിട്ടുണ്ട്. ഞങ്ങളുടെ സുന്ദരക്കുട്ടപ്പൻ അളിയൻ്റെ സ്വഭാവമൊക്കെ അതോടുകൂടി അവസാനിച്ചു എന്നും പറഞ്ഞ് നമ്മുടെ ധർമ്മൻ അങ്ങോട്ട് കയറി പോവുകയാണേ. പെട്ടെന്ന് ബാലനൊരു ഫോൺ കോൾ വരിക. അപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുക. കാശിൻ്റെ കാര്യത്തിൽ ഇന്ന് തന്നെ ഞാനൊരു തീരുമാനം ഉണ്ടാക്കാം ഗോപാലേട്ട എന്നൊക്കെ പറയണം. പെട്ടെന്ന് ദേഷ്യപ്പെട്ടുകൊണ്ട് ബാലൻ ഹാളിലേക്ക് കയറി വരിക. എന്നിട്ട് ഗോമതിയെ വിളിക്കും, എന്താ ബാലേട്ട, എന്താ ഇവിടെ കിടന്ന് വിളിച്ചു കൂവുന്നേ? ആരിനെന്തേ? അവൻ റൂമിൽ കാണും ബാലേട്ട, എന്താ പ്രശ്നം? അവനെ നീ ഇങ്ങോട്ട് വിളിച്ചേ എന്ന് പറയാം. അപ്പം ഈ ബഹളങ്ങളൊക്കെ കേട്ടുകൊണ്ട് ആരും വരിക. എന്താ അച്ഛാ, എന്താ കാര്യം? നിനക്കെങ്ങനെയാ ആ പാചകക്കാരൻ ഗോപാലനെ പരിചയം എന്ന് ബാലൻ ചോദിക്കുകയാണ്. അത് പിന്നെ ഗോമതി സ്റ്റോറി വന്ന് കണ്ടു പരിചയമാണ്. ഓ, അപ്പോൾ ഈ ബാലനും ഗോമതി സ്റ്റോറും വഴിയുള്ള ബന്ധമാണ് പാചകക്കാരൻ ഗോപാലനുമായിട്ട് നിനക്ക്. ഈ എൻ്റെ പേരിൽ അവൻ്റെ കയ്യിൽ നിന്ന് 25,000 രൂപ കാശ് കടം മേടിക്കാൻ നിനക്ക് എങ്ങനെ തോന്നി എന്ന് ചോദിക്കാം. അത് അച്ഛൻ്റെ പേരിലൊന്നും അല്ല, എനിക്കൊരാവശ്യം വന്നപ്പം കടം തരാമോ എന്ന് ചോദിച്ചപ്പം അയാൾ തന്നതാ എന്ന് പറയാണ്. എന്നിട്ട് നീ എന്താ കാശ് തിരിച്ചു കൊടുക്കാത്തത്? ഇന്നത് തിരിച്ചു കൊടുക്കേണ്ട ഡേറ്റ് ആയിരുന്നെന്നാണല്ലോ ഗോപാലൻ പറഞ്ഞത്. ആ കാശേ അയാൾ നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് ഈ ബാലൻ്റെ വിശ്വാസത്തിലാണ്. ബാലൻ്റെ മകനാണ് നീ എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് നിനക്ക് ഈ കാശ് തന്നത്. അല്ലാതെ വെറുതെ എടുത്ത് നിൻ്റെ കയ്യിലേക്ക് വെച്ച് തരത്തൊന്നുമില്ല അയാൾ.
പക്ഷേ ഈ മേലാൽ ഇത് ആവർത്തിക്കരുത്, നിനക്കെന്തിനാ ഇപ്പോൾ ഇത്രയും പൈസയ്ക്ക് അത്യാവശ്യം എന്ന് അപ്പോൾ ചോദിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ബാലൻ തന്നെ അതിന് മറുപടിയും പറയാം, ഞാൻ മറന്നുപോയി, മിത്രയെ ഫിസിക്കൽ ടെസ്റ്റിന് അയക്കാൻ വേണ്ടിയല്ലേ നീ ആ കാശ് കടം മേടിച്ചത് എന്ന് ചോദിക്കാം. ഗോമതി അടുത്തേക്ക് വരിക, എന്താ ബാലേട്ടൻ എന്തിനാ ഇവനോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നീയും കേട്ടില്ലേ ഗോമതി, എൻ്റെ പേരും പറഞ്ഞ് കണ്ടവരുടെ കയ്യിൽ നിന്നൊക്കെ കാശ് കടം മേടിച്ച് ഭാര്യ അവൻ ഫിസിക്കൽ ടെസ്റ്റിന് അയച്ചിരിക്കുന്നു. എന്നിട്ട് നാഴികയ്ക്ക് 40 വട്ടം പറയുകയും ചെയ്യും അച്ഛൻ്റെ ഒരു സഹായം വേണ്ടെന്നു. എന്നിട്ട് ഇപ്പോഴും എൻ്റെ പേര് കിട്ടിയ കാശ് കൊണ്ടല്ലേ ഭാര്യ അവൻ ജോലിക്കാരിയാക്കാൻ വിട്ടിരിക്കുന്നത് എന്ന് ചോദിക്കാം. അപ്പോൾ ഈ ശബ്ദമെല്ലാം കേട്ടുകൊണ്ട് മിത്രയെ അടുത്തേക്ക് വരിക. മിത്ര ആകത്താല കുനിച്ച് കണ്ണീരും വാർത്തുകൊണ്ട് ഇങ്ങനെ ബാലൻ്റെ വാക്കുകളെല്ലാം കേട്ട് വേദനിച്ച് നിൽക്കുകയാണ്. അച്ഛൻ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? അയാളുടെ കയ്യിൽ നിന്ന് കാശ് കടം മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കാനും എനിക്കറിയാം എന്ന് പെട്ടെന്ന് നമ്മുടെ ആര്യം പറയാണ്. ഇന്ന് തന്നെ നീ കൊടുത്തിരിക്കണം. അയാളുടെ കയ്യിൽ നിന്ന് മേടിച്ച 25,000 രൂപയും ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ അയാൾക്ക് നീ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ഈ ബാലൻ്റെ സ്വഭാവം നീ ശരിക്കും അറിയും എന്ന് പറഞ്ഞിട്ട് ബാലൻ അവിടുന്ന് പോവാം. അപ്പം ഗോമതി ചോദിക്കും, എന്തിനാ ബാലേട്ട ഇങ്ങനെയൊക്കെ? മാറി നിൽക്കും ഗോമതി എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് അങ്ങ് പോവാണ് കേട്ടോ. അപ്പം ആര്യൻ്റെ അടുത്തേക്ക് ചെല്ലും. എന്തിനാ ആര്യ നീ ഇങ്ങനെയൊക്കെ ചെയ്തത്? കണ്ടവരുടെ കയ്യിൽ നിന്ന് കാശൊക്കെ കടം മേടിക്കാൻ നിനക്ക് എങ്ങനെ തോന്നി? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അച്ഛനോട് ചോദിച്ചാൽ പോരെ? അമ്മയും എന്തിനാ ഇങ്ങനെ തുടങ്ങുന്നത്? ഒരാവശ്യം വന്നപ്പം ഞാൻ അയാളോട് കടം ചോദിച്ചു, അയാൾ കാശും തന്നു, അച്ഛൻ്റെ പേര് ഒരിടത്തും വലിച്ചഴിച്ചിട്ടില്ല എന്ന് പറയാണ് കേട്ടോ. അപ്പം ഗോമതിയുടെയും ആരിൻ്റെയൊക്കെ സംസാരം കേട്ട അടുത്ത് നമ്മുടെ മീനുവും ഉണ്ട്. അപ്പം മീനു പറയും, ഇനി അമ്മയും അവനോട് കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് വേദനിപ്പിക്കല്ലേ എന്ന് പറയാം. അപ്പം മിത്ര പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോവും. മിത്രയ്ക്ക് ആകെ സങ്കടമായിട്ടുണ്ട്. ആര്യ ഇങ്ങ് വന്നേ, നീ അവളെ പോയി ഒന്ന് സമാധാനിപ്പിച്ചേ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന മിത്രയുടെ അടുത്തേക്ക് അവർ ചെല്ലുക. എന്നിട്ട് പറയും, മീനു പറയും, മിത്രേ നീ സങ്കടപ്പെടല്ലേ, അച്ഛൻ്റെ സ്വഭാവം നിങ്ങൾക്കറിയാലോ എന്ന് പറയാം. എടുത്തി ഇപ്പം തന്നെ കണ്ടില്ലേ, ആവശ്യമില്ലാത്ത എല്ലാ കാര്യത്തിലും വന്ന് അച്ഛൻ ഇടപെടും. അച്ഛൻ്റെ ഈ സ്വഭാവം ഇതുവരെ മാറ്റാറായിട്ടില്ല എന്ന് പറയണം. നീ ഇങ്ങനെ അച്ഛനെ കുറ്റപ്പെടുത്തല്ലേടാ. ഇപ്പം തന്നെ ഏടത്തിയുടെയും ആനന്ദേട്ടൻ്റെയും കാര്യത്തിൽ അച്ഛൻ ഒരുപാട് വേദനിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ പെട്ടെന്ന് കടം വാങ്ങിച്ച ആൾ അച്ഛനെ വിളിച്ച് കാര്യം പറഞ്ഞപ്പം ദേഷ്യം വന്നിട്ടാവും ഇങ്ങനെ സംസാരിച്ചത് എന്ന് പറയാം. അപ്പം മിത്ര പറയും, എല്ലാം ഞാൻ കാരണമോ മീനു ചേച്ചി? ഈ ആരും കാരണമോ? ഞാൻ ഫിസിക്കൽ ടെസ്റ്റിൻ്റെ കോച്ചിങ് സെൻറ്ററിൽ പോയത് അതിൻ്റെ ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. എത്ര തവണ ഞാൻ പറഞ്ഞതാ പോകുന്നില്ലെന്ന്. എന്നിട്ടിപ്പം അപ്പോൾ ആര്യം പറയും, നീ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നേ? ഞാൻ കടം മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കാനും എനിക്കറിയാം. ഇനി എങ്ങനെ നമ്മളിത് തിരിച്ചു കൊടുക്കും ആര്യ എന്ന് മിത്ര ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ആര്യൻ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കാം. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും